ഇതാണോ ബെസ്റ്റ് ഫ്രണ്ട്? രഞ്ജുമ്മയോട് മാത്രമുള്ള കാര്യം. ഇതാരാ ഇത്? ചേച്ചി ഒരുപാട് എക്സ്പെക്ട് ചെയ്തു വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും വരുന്നത്. ഇതെന്റെ ഫ്രണ്ട് ഡോർ അങ്ങോട്ട് ക്ലോസ് കഴിഞ്ഞാൽ ഐ ആം ഫ്രീ ഇൻ ദ വേൾഡ്. എനിക്ക് അധ്യാപിക ആകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈ ഒരു ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന അതിലേറെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രഞ്ജുമാം. ഒത്തിരി ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് കൊല്ലത്ത് നിന്ന് ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ രഞ്ജുമയുടെ ഒപ്പം ഒരു ഞങ്ങളൊരു ഡ്രൈവ് പോവാണ്. അപ്പോൾ അതിലൂടെ ഒരുപാട് വിശേഷങ്ങൾ. രഞ്ജുമ ഡ്രൈവ് ചെയ്യും, ഞാൻ കൂടെ ഇരിക്കും. ഒരുപാട് ഡ്രൈവ് ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. പക്ഷെ നമ്മൾ ഒത്തിരി വിശേഷങ്ങൾ, അത് ലൈഫിന്റെ ഡ്രൈവ്. ഇതിപ്പോ നമ്മൾ തമ്മിലുള്ള ട്രാവലിംഗ് ആണ്. ഓ മൈ ഗോഡ്. വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പോയാലോ? അതെ, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ചു പിടിക്കാൻ പോകും. ഇപ്പോഴും ഒരുപാട് ഡിഫിക്കൽട്ടീസ് നേരിടുന്നുണ്ട്. സീരിയസ്ലി ഇതുപോലെ ബിഗ് ബോസുകൾ പോലുള്ള ഒരുപാട് ബിഗ് ബോസുകൾ പോലുള്ള ഒരുപാട് പരിപാടികൾ വന്നതിന് ശേഷം അതിനകത്ത് സൊസൈറ്റിക്ക് എന്താ പറയാ, സൊസൈറ്റിയുടെ ചിന്താഗതികളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള കോൺട്രിവേഴ്സികൾ അതിനകത്തേക്ക് വരിക, ആദില നൂറേനെ പറ്റി പരാമർശിക്കുക, ഇത്തരം ജന്മങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൂഡിങ് മീ. ഞാൻ എന്താ പറയാ, ഇവിടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള പല ഫാമിലികളിലും പോയി കല്യാണം മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യരുടെ ചിന്താഗതികൾക്ക് ഒരു ചിന്ത മാറും. ഇവർ പറയുന്നത് ശരിയാണല്ലോ, A+, മൃഗങ്ങളെയും പട്ടികളെയും പൂച്ചകളെയും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അത് എത്രത്തോളം വേദനാജനകമാണ്, എത്രത്തോളം നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാതെ ചിലരിരുന്ന് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഭയങ്കര ഒരു എന്താ പറയാ, എങ്ങനെയാണ് അത് പ്രതികരിക്കേണ്ടതെന്ന് ചിന്തിച്ചു പോവുകയാണ്. എനിക്ക് ഇവിടെ പോയിട്ട് ഒരാളെ ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവള്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിലുള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് രഞ്ജുമയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ്. അപ്പൊ അവളെ ഞാനിപ്പോ ഇന്ന് കണ്ണൂർക്ക് പോവുക, ഇവിടുന്ന് നേരെ ഞാൻ കണ്ണൂർക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇതാണോ ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് ആദ്യം തന്നെ ഹായ് ഒക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വലിയ ഒരാളായിരിക്കും. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. എങ്ങനെ വന്നേ ബെസ്റ്റ് ഫ്രണ്ട്? ഞങ്ങളോട് പറഞ്ഞു രഞ്ജുമ്മ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തേക്കാ പോകുന്നത്. ഇതാണ് ആ ചുണ്ടടി ബെസ്റ്റ് ഫ്രണ്ട്. ഇവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതാരാ ഇത്? കുഞ്ഞിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഇത്? ഹായ്, എനിക്കൊരു ഹൈഫൈ തരുമോ? എനിക്കൊരു ഹൈഫൈ തരുമോ? ഇല്ല, രഞ്ജുമ്മയോട് മാത്രമുള്ള കാര്യം. ഇതാരാ ഇത്? രഞ്ജുവാൻഡിയാണോ? കുഞ്ഞിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഇത്? ആണോ? രഞ്ജുവാൻഡി എന്നോട് പറഞ്ഞു നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോവാന്ന്. ആ ബെസ്റ്റ് ഫ്രണ്ട് ഇതായിരുന്നോ? ചേച്ചി ഒരുപാട് എക്സ്പെക്ട് ചെയ്തു വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും വരുന്നത്. ഒരു ലിറ്റിൽ ക്യൂട്ട് വന്നത്. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു
ചൈതന്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെങ്കിളി പൈങ്കിളി മലത്തെങ്കിളി. സൂപ്പർ 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 സൂപ്പർ. രഞ്ജിമ നേരത്തെ മൂളിപ്പാട്ട് പാടിയപ്പോഴേ ഞാനൊരു പാട്ട് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മൾ ഈ പോകുന്ന ഒരു ട്രാവലിൽ ഇപ്പം ഇനി വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനോട് ഇപ്പോഴും ഒരുപാട് ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ട് സൊസൈറ്റിയോ ഫാമിലിയോ ഒക്കെ പേടിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിളിലേക്ക് ഇറങ്ങിയിട്ട് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ഇനിയും കരിയറിൽ ഒരു സ്വന്തമായിട്ടൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രാൻസ്ജെൻഡർ എന്ന ഒരു ക്യാരക്ടറിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരോടൊക്കെ രഞ്ജനയ്ക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? ഇതൊരു അഡ്വൈസ് അല്ല, നമുക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് എൻ്റെ പ്രായം കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സർജറി പ്രോസസ്സിങ്ങിലേക്ക് പോയത്. അപ്പോൾ ഈ സർജറി പ്രോസസ്സിങ്ങിലേക്ക് പോകാനുണ്ടായ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നിലുള്ള ഞാനൊരു സ്ത്രീയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് പേരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ്, സെലിബ്രിറ്റികളുടെ കൂടെ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എനിക്കൊരു ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടാകണം. എനിക്ക് അവരുമായിട്ട് ഇടപഴകുമ്പോൾ എനിക്ക് അവ്യക്തമായിട്ട് എന്നെ പുറകിലേക്ക് വലിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേദന സഹിച്ച് ഞാനൊരു സ്ത്രീയായി മാറിയത്, സ്ത്രീയായി തന്നെ മാറുന്നു. ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞവരെ സ്ത്രീയായിട്ട് കാണാൻ കഴിയില്ല, ഒരിക്കലും അവർ സ്ത്രീ ആകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാൽ പിന്നെ നമ്മൾ ഇത്രയും സഹിച്ച് വന്നത് എന്തിനാ? ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ ഒരു വസ്ത്രധാരണകളുണ്ട് ഇല്ലേ, അവർ മുടി നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അവരുടെ സ്കിന്നുകൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ലേസർ ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് ഹെയർ റിമൂവ് ചെയ്ത് സ്കിന്ന് സോഫ്റ്റ് ആക്കുന്നു, ഹോർമോൺ തെറാപ്പികളെടുത്ത് അവരുടെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവർ ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ട് അവർ സർജറി ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. ഇപ്പം ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ്, ബട്ട് സർജറി ചെയ്യുന്നത് ഒരാളുടെ മൗലിക അവകാശമാണ് എന്ന് കരുതി സർജറി ചെയ്തവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യാത്തവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ നിലനിൽക്കുന്നില്ല. പക്ഷെ രണ്ട് കൂട്ടരും മനുഷ്യരാണ്. ഈ മനുഷ്യഗണത്തിൽ പെട്ടുകൊണ്ട് തന്നെ ഒരുപറ്റം ആൾക്കാർ ഇത്ര വേദനകളും ഡിഫിക്കൽട്ടായിട്ടുള്ള സർജറികൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണെങ്കിൽ പോലും വെജൈന സർജറി ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഡിഫിക്കൽട്ടാണ്. ഇവൻ എന്തിനു പറയും, നമുക്കിപ്പോൾ ഒരു നഖം ഊരിപ്പോയാൽ നഖം എടുത്ത് അവിടെ അത് ഊരി കളയുന്നത് പോലും പെയിൻഫുൾ ആണില്ല എന്നതുപോലെ തന്നെ നമ്മൾ ഇത്രയും വേദന സഹിച്ച് സ്ത്രീയായി മാറുന്നത് സ്ത്രീയായി തന്നെ ജീവിക്കാനാണ് അല്ലേ. അപ്പോൾ സർജറി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അവയർനെസ്സോടുകൂടി സർജറി ചെയ്യുക, മനുഷ്യരുടെ മുമ്പിൽ മിഥ്യാധാരണകൾ പരത്തുന്ന തരത്തിൽ ജീവിക്കാതിരിക്കുക. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വേദനകൾ സഹിച്ച് ലേസർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയോ മുടി നീട്ടി വളർത്തുകയോ കണ്ണെഴുതുകയോ ഐബ്രോ ത്രെഡ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. സം എ ട്രാൻസ്ജെൻഡർ വാട്ട് എവർ ഇറ്റ് ഈസ്, എൻ്റെ ബോഡി എങ്ങനെയാണെങ്കിലും ഐ ഡോണ്ട് കെയർ, ഞാൻ ഇതിൽ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വിചാരിച്ചാൽ മതി. അതർവൈസ് ഇത്രയും പ്രോസസ്സിങ്ങുകൾ കഴിഞ്ഞു ഒരു സർജറിയുടെ മേലേക്ക് എത്തുന്നവരെ അടിച്ചമർത്തുന്ന തരത്തിൽ ഉള്ള ഒരു പ്രവണത ഇവിടെ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സർജറി ചെയ്യുമ്പോൾ ചെയ്തോട്ടെ, രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് കരുതി സർജറി ചെയ്യാത്തവരെ സ്വീകരിക്കാത്ത ഒരാളല്ല ഞാൻ. രണ്ട് കൂട്ടരെയും ഒരേപോലെ കാണുന്നവരാണ്, മനസ്സാണ്. അതെ അതെ. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം കുറവായിരിക്കും രഞ്ജുമയ്ക്ക്, എന്നാലും ഞാൻ ചോദിക്കുക, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ രഞ്ജുമ എന്താ ചെയ്യുന്നത്? കുക്ക് ചെയ്യുകയാണോ, അതോ ട്രാവൽ ചെയ്യുമോ, അതോ ഇതുപോലെ ചായ കുടിക്കാൻ പോകുമോ? വീട് അടിച്ച് ഒതുക്കി ഇടുക, ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വീട് ക്ലീൻ ചെയ്യുക, അലമാരികളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക, ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. ക്രിയേറ്റീവ് പേഴ്സൺ, കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് ഭംഗിയാക്കി ഒരുക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്നവർ ചോദിക്കും, രഞ്ജിമ വീട്ടിൽ ചോറും കറി ഒന്നും വെക്കാറില്ലെന്ന്. കാരണം അതുപോലെ എൻ്റെ കിച്ചൺ കിടക്കുന്നത് ദുബായിലത്തെ അതുപോലെയാണ്. അപ്പൊ അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ലോൺലെസ് ഫീൽ ചെയ്യാറുണ്ട് രഞ്ജിമ? അത് ഒറ്റയ്ക്കുള്ള ആ ഒരു ലോൺലെസ് എൻജോയ് ചെയ്യുമോ?
ഇല്ല, എനിക്ക് ഭയങ്കര വർക്കൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഒരു സന്തോഷം തന്നെയാണ്. ആണല്ലേ? എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, സീരിയസ്ലി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്താണെന്നറിയാമോ, ഞാൻ ആ ഹാപ്പിനെസ് ആസ്വദിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഫ്രീഡം ഇൻ അവർ ഹൗസ്. അതായത് അകത്ത് കയറി ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായി. ഞാൻ തുണിയൊക്കെ പറിച്ച് കളഞ്ഞു, എന്താ പറയാ, ബാത്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി അങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നു, അങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നു, ക്രീമൊക്കെ ഇടുന്നു, അങ്ങനെ മുടിയൊക്കെ ഉണക്കുന്നു. അപ്പൊ നമ്മൾ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആവും. മനസ്സിലായില്ലേ? ഇതെന്റെ ഫ്രണ്ട് ഡോർ അങ്ങോട്ട് ക്ലോസ് കഴിഞ്ഞാൽ ഐ ആം ഫ്രീ ഇൻ ദ വേൾഡ്. ഓക്കെ, എനിക്ക് ചീത്ത പറയാം, ആരെങ്കിലും ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ നല്ല ചീത്ത പറയാം. നീ അങ്ങനെ പറഞ്ഞില്ലേടാ, നീ ഇങ്ങനെ ചെയ്തില്ലേടാ, തെണ്ടി മാറി, നിനക്ക് ഞാൻ അത് ചെയ്തില്ലേടാ, ഇത് ചെയ്തില്ലേ, നിനക്ക് എന്നോട് ഇച്ചിരി കരുണയുണ്ടോടാ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഇത് നമ്മൾ വെറുതെ അപ്പുറത്തെ ഒരാൾ നിൽക്കവേ നിൽക്കുമ്പോ നമുക്ക് വട്ടാണോ എന്ന് ചോദിക്കത്തില്ലേ? സോ വട്ടുണ്ട്, എല്ലാവർക്കും ഓരോ വട്ടുണ്ട്. പക്ഷേ എനിക്ക് വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമാണ്. ഒരു സമയമാകുമ്പോൾ ഞാൻ ലിജേനെയും വിളിക്കും, ഗീതേനെയും വിളിക്കും. ഞങ്ങൾ മൂന്നുപേരും കൂടി ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ലിജയുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഗീതയുടെ വീട്ടിൽ കൂടും. ഒരു വൈനൊക്കെ അടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറിച്ചില്ലായിട്ടിരിക്കും. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്ന് കിടന്നു ഉറങ്ങും. ദെൻ ഹാപ്പി. ഭയങ്കര രസമാണ്. നമുക്ക് ആരോടും ചോദ്യങ്ങളില്ല, ഉത്തരങ്ങൾ വേണ്ട. മനസ്സിലായില്ലേ? നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ ഇല്ലാതാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം സ്റ്റോപ്പ് ചെയ്യും, ഇല്ലേ? ഇപ്പം ഞാൻ മോളോട് ഒരു 10 തവണ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാമത് ഞാൻ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ, അല്ലേ? ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എത്ര പിണക്കമാണെന്നുണ്ടെങ്കിലും, എത്ര ആളകന്ന് നിന്നാലും എൻ്റെ കുറേ അഡ്വൈസുകൾ ഞാൻ പുള്ളിയോട് ചോദിക്കും. ഇപ്പം ഇപ്പോഴും വണ്ടിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും, ചില വണ്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ കിട്ടില്ല. ഞാൻ പിന്നെയും ചോദിക്കും, ആള് തിരക്കായത് കൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ പിന്നെയും ചോദിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കാതായി. നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. അപ്പം നമ്മുടെ ആ ഒരു സ്പേസ്, ഇതിന്റെ എല്ലാം മൂല കാരണം ആവശ്യമില്ലാത്തൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. ഒരു തെറ്റാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ആ ഒരു സൗഹൃദം ബ്രേക്കപ്പ് ആക്കേണ്ടി വന്നത്. നമ്മൾ നിൽക്കുന്നത് രഞ്ജുമ്മയുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ചായപ്പിടുക. ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ ട്രാവൽ മുന്നോട്ട് പോവുകയാണ്. രഞ്ജുമ്മ, അപ്പം നമ്മളെല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇനി ഒരു ജന്മം ഉണ്ടാവും, വീണ്ടും നമ്മൾക്കൊരു റീബർത്ത് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്താവാനാണ്, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാനാണ്, ആരായിരിക്കാനാണ് രഞ്ജുമ്മയ്ക്ക് ഇഷ്ടം? എന്നെ സംബന്ധിച്ച് ഇപ്പം ചിലർ പറയും എല്ലാം തികഞ്ഞൊരു പൂർണ്ണ സ്ത്രീയായി മാറണം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ആണായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ച് രഞ്ജുമാറായിട്ട് തന്നെ ജനിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈ ഒരു ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു ട്രാൻസ്ജെൻഡറുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. അത് മേക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ അത് ആ ഡിഫിക്കൽട്ട് നിന്നുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പൊരുതി ഇവിടം വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ചെയ്തു തീർക്കാൻ കുറേയുണ്ട്. ഇനി ഒരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ തന്നെ ജനിച്ചാൽ മതി. എനിക്ക് ഇവിടുത്തെ മനുഷ്യരുടെ മിഥ്യാധാരണകളും ചിന്താഗതികളും മാറ്റണം. അതിന് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അറ്റ് ദ സെയിം ടൈമിൽ എനിക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹം. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ, എനിക്കൊരു ഗർഭപാത്രമുള്ള ഒരു ട്രാൻസ് വുമൺ ആയിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ബേബി വേണം എന്നുള്ളത് എപ്പോഴും ഒരു വുമൺ, നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കും ഒരു കുഞ്ഞെന്നുള്ളത്, അല്ലേ? എനിക്കൊരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, അവരെ കുളിപ്പിക്കുക,
കാണുമ്പോൾ ഇപ്പം ആലിയ ഭട്ടിൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോഴും അതുപോലെ ദീപിക പതുക്കോണിൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോഴൊക്കെ ഓ മൈ ഗോഡ്, എനിക്ക് ഒരു ബേബി ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ രഞ്ജുമ്മയ്ക്ക് ഉറപ്പായിട്ടും ഒരു ബേബി ഉണ്ടാവട്ടെ. നോക്കി രഞ്ജുമ, പഴയ ഒരു രഞ്ജിമാറിനോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും രഞ്ജുമ്മയ്ക്ക്? അതായത് ഇപ്പം കുറേ നാളായി, ഇപ്പോൾ കരിയറിൽ ഇവിടെ എത്തി, ഒരുപാട് തിരിച്ചറിവുകൾ വന്നു, ഒരുപാട് ലൈഫ് പാത്തുകൾ കണ്ടു, സ്ട്രഗിൾ കണ്ടു, സക്സസ് കണ്ടു, എല്ലാം കണ്ടു. അപ്പം ഞങ്ങളുടെ മുമ്പിൽ ഒരു ഇൻസ്പിറേഷണൽ പേഴ്സൺ തന്നെയാണ്. അപ്പം പഴയ ഒരു കാലഘട്ടത്തിലെ രഞ്ജിമാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ തിരുത്താനോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് സ്വയം ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് ഞാൻ സ്വയം കൊടുക്കുന്ന ഉപദേശം എന്താന്ന് വെച്ചാൽ, പഴയ രഞ്ജിമാറൻ കാലം ഒരുപാട് മാറിയില്ലേ, നിനക്ക് ഇനിയെങ്കിലും ചില കാര്യങ്ങളിൽ ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തുകൂടെ എന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. മിക്കപ്പോഴും ഞാൻ എൻ്റെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു, ഒരു ബോധം വെച്ചുകൂടെ നിനക്ക്? കാരണം ഈ ലോകം എത്ര വിശാലമാണ്. നിന്നെ സ്നേഹിക്കുന്നവരും നിന്നെ ഉൾക്കൊള്ളുന്നവരും നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും നിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാനും നിന്റെ കൂടെ ഒന്ന് കോഫി കുടിക്കാനും ആഗ്രഹിക്കുന്ന എത്രയോ പേര് നിനക്ക് ചുറ്റിനുമുണ്ട്. നീ ഇതൊന്നും കാണാതെ പോവുകയാണ് ഇല്ലേ? നീ ഇതൊന്നും കാണാതെ പോയിട്ട് നിന്നെ ആവശ്യമില്ലാത്തവർ, അല്ലെങ്കിൽ നിനക്ക് ഇമ്പോർട്ടൻ്റ് നീ കൊടുക്കുന്നവർ, അപ്പോൾ അവിടേക്ക് നീ ഓടിപ്പോവുകയാണ്. നിൻ്റെ ആ ഊർജം മുഴുവൻ നീ നഷ്ടപ്പെടുത്തുകയാണ്. നീ അറിയുന്നില്ല നീ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നവരിൽ നീയാണ് ഏറ്റവും ലാസ്റ്റത്തെ പ്രയോറിറ്റി ലിസ്റ്റിൽ കിടക്കുന്ന ഒരാളെന്ന്. അത് എന്നെ കൂടുതൽ ഞാൻ ഇപ്പം ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടല്ലോ, വാട്സപ്പിൽ നമുക്ക് എപ്പോഴും ഒരു മെസ്സേജ് വരുമ്പോൾ ഗ്രീൻ ആയിട്ടാണ് കിടക്കുന്നത് ഇല്ലേ? ആ ഗ്രീൻ കിടക്കുക. അപ്പോൾ ഗ്രീൻ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ട്രോൾ ചെയ്ത് പോകുമ്പോൾ ഒബ്വിയസ്ലി ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചിട്ട് അതിന് റിപ്ലൈ ചെയ്യില്ലേ? നമ്മളപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ 5, 10, 15 മെസ്സേജുകൾ ഇങ്ങനെ ലോഡായി അവിടെ കിടക്കുന്ന കാണുമ്പോൾ ഐ എം സോ ഫീൽ വല്ലാത്തൊരു അവസ്ഥയാണ് അത്. അത് അത് നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളത്, നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മളതിന് റിയലൈസ് ചെയ്യുന്നില്ല. ഞാനിപ്പം എന്നെ തന്നെ സ്വയം ചീത്ത പറയും, രഞ്ജു നീ ആരാണെന്ന് നീ എപ്പോഴും പറയുന്നുണ്ട്, ഹൂ ആം ഐ എന്ന് നീ പറയുന്നുണ്ട്, പക്ഷെ നീ ആരാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ഇഷ്ടപ്പെട്ട ഒരിടത്തുനിന്ന് അവർ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് മാറാനായിട്ട് രഞ്ജുമ്മ എടുക്കുന്ന ഒരു പെയിൻ എനിക്കിപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ആ ഒരു പെയിൻ അത് ഓവർകം ചെയ്യാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്? ഇല്ല, ഒത്തിരി സമയം എടുക്കാറില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കും. അപ്പം എനിക്കൊരു ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ട്രാവൽ ചെയ്യുവാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ തമ്മിലിങ്ങനെ സംസാരിച്ച് പോകവേ എനിക്ക് പെട്ടെന്ന് പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് ഇങ്ങനെ തൊണ്ടയിൽ ഇവിടെ ഇങ്ങനെ എന്തോ കുരുങ്ങി നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ പെട്ടെന്ന് പാനിക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. അപ്പം എനിക്ക് സൗണ്ട് വരുന്നില്ല, സത്യമായിട്ട് എനിക്ക് സൗണ്ട് വരുന്നില്ല. എൻ്റെ വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആവുന്ന, എനിക്ക് ഇങ്ങനെ ആവുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഡോക്ടറെ മെസ്സേജ് അയച്ചു, പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ എന്തോ എനിക്ക് അറിയത്തില്ല. അപ്പം എന്നോട് ഡോക്ടർ രഞ്ജു പാനിക് ആയിക്കൊണ്ടിരിക്കുവാണ്, രഞ്ജു ആരെങ്കിലോടുകൂടി കുറേ സംസാരിക്കും, സൗണ്ട് എടുത്ത് സംസാരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ ആൻസൈറ്റി നാളെ എന്താകും, മുന്നോട്ട് എന്താണ് എന്നുള്ളതൊരു ആൻസൈറ്റിങ് എനിക്ക് വന്നിട്ട് വല്ലാത്തൊരു ബ്ലാങ്ക് പോലെയായി. പിന്നീട് ആ ഒരു ട്രാവല് ചെന്നെത്തുന്നത് ഞങ്ങളുടെ ബ്രേക്കപ്പിലാണ്. ആ വണ്ടി സ്റ്റോപ്പ് ആകുന്നത് ഞങ്ങളുടെ ബ്രേക്കപ്പാണ്. ഐ ക്യാൻ ഇമാജിൻ ആ ഒരു മൂമെന്റ് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരാണ് അല്ലേ? മനുഷ്യരെ ഉൾക്കൊള്ളാനും മനുഷ്യരായി കാണാനും
നമ്മുടെ ഹൃദയം കല്ലുകൊണ്ട്, ഇരുമ്പ് കൊണ്ട്, പാറക്കഷ്ണങ്ങൾ കൊണ്ടൊന്നും കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ല. അതൊരു നമുക്ക് മാറ്റാം, നമ്മളൊന്ന് ശ്രമിച്ചാൽ അത് മാറ്റാൻ പറ്റും. അയ്യോ അതൊരു മനുഷ്യ സ്ത്രീയാണല്ലോ, ഓപ്പോസിറ്റ് ഇരുന്ന് കരയുന്നതൊരു മനുഷ്യ സ്ത്രീയാണല്ലോ, നമുക്ക് സമാന അവസ്ഥകൾ വരാം, അല്ലെങ്കിൽ എൻ്റെ സഹോദരിക്ക് വരാം, എൻ്റെ അമ്മയ്ക്ക് വരാം. ഈ ഒരു അവസ്ഥ നാളെ ഞാൻ കാണേണ്ടതായിട്ട് വരും. ഇവരെ ഇപ്പോൾ ആശ്വസിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്, എൻ്റെ ദൗത്യമാണ്. ഞാനിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ ജീവിതം കൈവിട്ട് പോയേക്കാം. ഒരു നിമിഷത്തെ ചിന്തയല്ല മനുഷ്യരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി നയിക്കുന്നത്. ഒറ്റ നിമിഷം മതി. പക്ഷെ എനിക്കത് കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്കത് കിട്ടാത്തപ്പോഴും ഞാൻ അവിടെ റിയലൈസ് ചെയ്ത് ഈ ലോകം ഇങ്ങനെയാണ്. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മളായിരിക്കും ഏറ്റവും ലാസ്റ്റത്തെ പ്രയോറിറ്റി. ഇപ്പോൾ ഐ എം ഫ്രീ ഇൻ ദ വേൾഡ്, ടോട്ടലി ഐ എം ഫ്രീ ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, മറുപടി തരുന്നെങ്കിൽ തരട്ടെ, കാണുന്നെങ്കിൽ കാണട്ടെ, സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കട്ടെ. ഇതൊന്നും എൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അറ്റ് ദ സെയിം ടൈമിൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് കുറച്ച് പില്ലേഴ്സുകൾ കിട്ടി. വി ആർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എനിക്കൊരു ഗ്രൂപ്പ്, ലേഡീസ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ എന്നെ ഇറുക്കി പിടിച്ച് എന്നെ ബിൽഡപ്പ് ചെയ്യാൻ സ്നേഹിച്ച് കൊല്ലുന്ന കുറേ പേരുണ്ട്. ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഗീതിയുണ്ട്, ലിജിയുണ്ട്, അദീനയുണ്ട്. അപ്പം ഇവരെല്ലാവരും വന്നു എന്നെ എന്താ പറയുക, നമ്മുടെ മൂടൊന്നും അറിയേണ്ട കാര്യമില്ല, അവർ നമ്മുടെ കൂടെ ഉണ്ട്. എനിക്കത് മതി. ഇപ്പം ഒരു ദിവസം പോലും നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഇപ്പം ദുബായിലത്തെ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എനിക്ക് വന്നുപെട്ടതാണ്. മബസ എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അവരുടെ ബിസിനസ്സിൻ്റെ പാർട്ട്ണറായിട്ട് എന്നെ കൊണ്ടുപോവുക, അത്രയും കിസൈസ് പോലത്തെ ഒരു നഗരത്തിൽ എൻ്റെ വലിയ ഫോട്ടോ ഫ്ലെക്സ് വെച്ചിട്ട് ഒരു സലൂൺ ഓപ്പൺ ചെയ്യുക, ഒരു ബ്രാൻഡായിട്ട് എന്നെ വളർത്തുക. ഇപ്പം റാസൽ ഖൈമയിലും കരാമയിലും ഓറയുടെ ബ്രാഞ്ചുകൾ വരിക, എൻ്റെ അക്കാഡമികൾ വരിക, ദുബായിൽ വരിക. ഐ കാൻ ബിലീവ്. ഇത് രഞ്ജുമാരാണോ, പഴയ രഞ്ജുമാരാണോ, നാട്ടുകാർ തല്ലി ഓടിച്ച് അല്ലെങ്കിൽ ചായക്കടയിൽ നിന്ന് ഉപദ്രവമേറ്റ്, ബസ്സുകളിൽ നിന്ന് ഉപദ്രവമേറ്റ്, ട്രെയിനുകളിൽ നിന്ന് ഉപദ്രവമേറ്റ്, പോലീസുകാരെ കയ്യിൽ നിന്ന് അടിമേടിച്ച് ആ രഞ്ജുമാർ തന്നെയാണോ ഇതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ സൗഹൃദത്തിൽ വന്ന ആ ഒരു അടി എനിക്ക് ശരിക്കും മറക്കാൻ കഴിയുന്നുണ്ട്. സത്യമായിട്ട് എനിക്ക് ശരിക്കും മറക്കാൻ കഴിയുന്നുണ്ട്. ദിസ് ഇസ് മൈ കർമ്മ. മേ ബി ഞാൻ എവിടെയെങ്കിലും ചെയ്തിട്ടുള്ളതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലാണ്ട് ഇറ്റ്സ് ഓക്കെ, ആ ചാപ്റ്റർ ക്ലോസ് ആയി, അത്രയേ ഉള്ളൂ. രഞ്ജുമ ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയധികം ആളുകൾ എന്നെ ഇഷ്ടപ്പെടും? ഇപ്പൊ രഞ്ജുമ എന്നോട് പറഞ്ഞു ഒരുപാട് സ്ഥലത്തുനിന്ന് അടിമേടിച്ച്, ഒരുപാട് സ്ഥലത്തുനിന്ന് ഇൻസൾട്ടഡ് ആയ. അതൊക്കെ കേൾക്കുമ്പം നമ്മുടെ അടുത്തിരുന്ന ഒരാള് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പം ഡെഫിനറ്റ്ലി നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, രഞ്ജുമ ഒരിക്കലെങ്കിലും വിചാരിച്ചിരുന്നു ഇത്രയധികം എന്നെ ആൾക്കാർ സ്നേഹിക്കും, അല്ലെങ്കിൽ ഇത്രയധികം എനിക്കത് ബിലീവ് ചെയ്യാൻ പറ്റാറില്ല ചില സന്ദർഭങ്ങളിൽ. സത്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ ചിലർ വന്നിട്ട് പറയും അവക്കടെ തള്ളെന്ന് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും വരും, തീർച്ചയായിട്ടും വരും കമന്റ് ബോക്സിൽ. അവിടെ തള്ളു പറയണം. അല്ല ഞാൻ പറയുവാണ്, എന്നെ എന്താ പറയാ, ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ദുബായിലത്തെ ഓറയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിലത്തെ ഡോറയിൽ വരുമ്പോൾ ഒക്കെ എന്നെ കാണാനായിട്ട് വരുന്ന ഓരോരുത്തരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറയും ഞങ്ങൾക്കൊരു ഫിലിം സ്റ്റാറിനെയും കാണണമെന്ന് തോന്നിയിട്ടില്ല, എനിക്ക് രഞ്ജുമേനെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. ഇപ്പം തന്നെ ദുബായിൽ പോകുമ്പോൾ ഷാർജയിലുള്ള ഷഹാന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡി, അവർ വന്നിട്ട് എന്നെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചിട്ട് നിന്ന് കരയുക. അവരുടെ ഹസ്ബൻഡ് ഒരു വലിയ ബിസിനസ്മാനാണ്. അയാൾ വിചാരിച്ച ഒരു പക്ഷേ മലയാള സിനിമ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമയിലുള്ള ഏതൊരു ആർട്ടിസ്റ്റുകളെയും കൊണ്ടുപോയി കാണിക്കാനുള്ള അത്രയും പവറുള്ള ഒരു ഫാമിലിയാണ്. പക്ഷേ അവർ പറയുന്നത് എനിക്ക് രഞ്ജുമാറിനെ കാണണമെന്നാണ്. സോ ഐ ക്യാൻ ബിലീവ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നാറുണ്ട് ഐ എം സോ ലക്കി പേഴ്സൺ. I know that's not my credit, blessing from God only. So ഞാൻ അതാണ് ബിലീവ് ചെയ്യുന്നത്. ഞാൻ അതിലാണ്. ദൈവം എനിക്ക് വേണ്ടിയിട്ട് എന്തോ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അടിയും തൊഴിയും പരിഹാസവും അവഗണനകളും ഒക്കെ കൊണ്ടിട്ടും ഞാൻ എവിടെയൊക്കെയോ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഏതൊരു കരിയറിലേക്ക് എത്തിപ്പെട്ടേനെ? എനിക്ക് അധ്യാപിക ആകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ടീച്ചറാകാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ കുഞ്ഞുനാളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ വരുമാനം ഞാൻ വീട്ടിൽ
കൊണ്ടുവരും. വീട്ടിനടുത്തുള്ള ഒരു 10-20 കുട്ടികളോളം ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രഞ്ജുമയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഐഡന്റിറ്റി ഒന്ന് വെളിപ്പെടുത്താൻ പറ്റിയ ഒരു സാഹചര്യം, അത്ര ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല എന്റേത്. ഒരു സാധാരണ എന്താ പറയാ, മിഡിലും അല്ല, താഴെ ദരിദ്ര ഫാമിലി എന്ന് വേണം പറയേണ്ടത്. എൻ്റെ അച്ഛൻ കൂലി വേലയ്ക്ക് പോകുന്നു, അമ്മ കൂലി വേലയ്ക്ക് പോകുന്നു, ഞങ്ങൾ 4 മക്കള് അന്നൊന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് അന്ന് ജീവിച്ചു പോകുന്നു. അതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എപ്പോഴും അമ്മയെ പറ്റി പറഞ്ഞാൽ ഒത്തിരി കേട്ടിട്ടുണ്ടേ. അച്ഛൻ എന്ന് പറയുമ്പോൾ രഞ്ജുമയുടെ ഒരു ഓർമ്മ എന്താ? അച്ഛൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ, സ്നേഹനിധിയാണ്, പക്ഷെ സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അച്ഛൻ. അച്ഛന് അങ്ങ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. പക്ഷെ എൻ്റെ ഈ ജെൻഡർ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നതിലൊന്നും എൻ്റെ അച്ഛന് യാതൊരുവിധ എതിർപ്പും ഇല്ലായിരുന്നു. എന്നെ ഞാനായിട്ട് തന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ്. സോ അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ലക്കി ഫാക്ടറാണ്. ഇവനിപ്പോൾ എൻ്റെ സ്കൂളിലോ ഒന്നും എനിക്ക് അങ്ങനെ ഒന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ കളിയാക്കി സംസാരിക്കുമെന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ തിക്ത അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ എറണാകുളത്തേക്ക് പറിച്ച് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതേ സ്ഥലത്ത് നിന്ന് എന്നെ അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ, അംഗീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പം ഒരുപാട് സന്തോഷം. നമ്മളൊരു അടിപൊളി റൈഡ് പോയി, കുറേ എന്നെ ചിരിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, അതിൻ്റെ കൂടെ കുറച്ച് സങ്കടപ്പെടുത്തി. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് ഇതൊന്നും അല്ല രഞ്ജുമയുടെ ലോകം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദുബായിൽ സെറ്റിൽ ആകണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം. ഇപ്പം ഓൾമോസ്റ്റ് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 2026 ഡിസംബർ മാസം ഞാൻ അവിടെ കംപ്ലീറ്റ്ലി ദുബായിലൊരു വീട് വെക്കാന്നുള്ളത് ഭയങ്കര സ്വപ്നമാണ്. എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകൾക്ക് കുറേ പേരുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ ഉണ്ട്. ഫൈനലി രഞ്ജുമ നമ്മൾ സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് രഞ്ജുമ പറയാറുള്ളത് പോലെ രഞ്ജുമയുടെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന കവരപ്പറമ്പ് പള്ളി പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഈ പള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ സൗഹൃദത്തെ പറ്റി സംസാരിക്കുകയോ അതിനെപ്പറ്റി ഓർത്ത് കരയുകയോ അതിനെപ്പറ്റി ഓർത്ത് വേവലാതിപ്പെടുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ഈ പള്ളിയുടെ മുമ്പിൽ നിന്നാണ് എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ഇറക്കി വെക്കുന്നത്. അപ്പം ഇനി ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ ലൈഫ് എൻ്റെ കൈകളിലാണ്. ഇതോടുകൂടി നമ്മുടെ സൗഹൃദത്തിലുണ്ടാവുന്ന വേദനകൾ എല്ലാം ദൈവം മാറ്റി തരട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് സക്സസ്, എനിക്കറിയാം ഇനിയും ഒരുപാട് സക്സസ് ജേർണിയിലേക്ക് പോകാനുണ്ട്. ഒരുപാട് സന്തോഷം. ഇത്രയും അടിപൊളിയായിട്ട് ഒരു ട്രാവൽ ആയിരുന്നു. അപ്പം ഇനിയുള്ള യാത്ര ഫുള്ള് ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൗമുദി മൂവീസിന്റെ ഈ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് എനിക്ക് 100% ഉറപ്പുണ്ട് ആ മാതാവ് എന്നോടൊപ്പം ഉണ്ടാവും. വന്നപ്പോഴേ എന്നോട് പറഞ്ഞു എന്റെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കുന്ന എന്റെ മാതാവ് അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്നും ഇതുപോലെ തന്നെ ഇത്ര മനോഹരമായിട്ട് ജീവിതം പോട്ടെ. വി ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.